ഹായ് ഗേയ്സ്, ഞാനിന്ന് ഞങ്ങൾ എറണാകുളം പോയൊരു വീഡിയോ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കാസർഗോഡ് എത്തിയിട്ട് അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന പോക്കാട്ടോ. നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടത്തേക്കാണെന്നല്ലേ നമ്മൾ കണ്ണൻ എല്ലാവർക്കും അറിയാം, അമേഘ് ഇപ്പോൾ ടോപ്പ് സിംഗർ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഷൂട്ട് കാണാൻ വേണ്ടിയിട്ട് പോക്കാട്ടോ. പെട്ടെന്നുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളിത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടോ. റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ട്രെയിൻ കയറി. അപ്പോൾ ഞങ്ങൾ നീലേശ്വരത്തു നിന്നും പയ്യന്നൂരിൽ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം ഞങ്ങളെല്ലാവരും എന്താ വെച്ചാൽ ഒന്നിച്ച് കണ്ണൂർ എത്തുമ്പോഴേക്കും ഒരേ കമ്പാർട്ട്മെൻറ്റിലായിട്ട് പിന്നെ ഞങ്ങൾ തമാശയും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തിയിട്ട് ഉച്ച നമുക്ക് ചെറിയൊരു വിശപ്പ്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് എല്ലാവർക്കും ഫുഡൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനൊരു കുഞ്ഞ് പൊതിച്ചോറ് എടുത്തിരുന്നുണ്ടോ. ഞങ്ങൾ കുറച്ച് പേര് അതൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞങ്ങൾ എറണാകുളം എത്തി. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഹോട്ടലിൽ പോയി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മെട്രോയിലേക്ക് കേട്ടോ. മെട്രോ കയറണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മെട്രോയിലൂടെയാണ്. മെട്രോ അത് എല്ലാവർക്കും അറിയാം. എന്താ പറയുക, മെട്രോ യാത്ര ഒരു ഭയങ്കര ഒരു ആസ്വദിച്ച് എന്താ പറയുക, ഒരു ആസ്വാദനം നിറഞ്ഞൊരു യാത്രയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ ആകാശ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ചോറ്റാനിക്കരയായിരുന്നു കേട്ടോ. ചോറ്റാനിക്കര അവിടെ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് റൂമൊക്കെ എടുത്ത് രാത്രിയും തൊഴാൻ പോയി, രാവിലെയും തൊഴാൻ പോയി. പിന്നെ ഞങ്ങൾ നേരെ ഉച്ചയാകുമ്പോഴേക്ക് ഞങ്ങൾ കണ്ണിൻ്റെ ഷൂട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ എത്തിയിട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു കേട്ടോ. സ്റ്റുഡിയോൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അപ്പോൾ സ്റ്റുഡിയോ ഒക്കെ നേരിട്ട് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഷൂട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നിറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഷൂട്ടിന് വന്ന കുട്ടികളൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അവരോട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കണ്ണൻ പാട്ടിങ്ങനെ പ്രാക്ടീസ് ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണന് പിന്നെ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ട്, എന്നാലും കണ്ണൻ പാട്ടിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് ഇവിടെ നിന്നായിരുന്നു ഭക്ഷണം. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കണ്ണൻ്റെ പാട്ടിന് വേണ്ടി കാത്തു നിന്നു കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് കണ്ണൻ്റെ ഷൂട്ടിന് മുൻപേ തന്നെ ഞങ്ങൾക്ക് ഫ്ലോറിൽ ഇരിക്കാൻ പറ്റിയിട്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. നേരിട്ട് അത് കണ്ടാലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2-3 കുട്ടികളെ പാട്ട് നേരിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടോ. പിന്നെ അതുപോലെ ഡാൻസേഴ്സിനൊക്കെ കാണാൻ പറ്റി. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നേരിട്ട് കാണാൻ MG സാറ്, അതുപോലെ തന്നെ മധുബാലകൃഷ്ണ സാറ്, ബിന്നിയമ്മ, ഇവരൊക്കെ നേരിട്ട് കാണുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കേട്ടോ. അങ്ങനെ കണ്ണൻ്റെ ഷൂട്ട് തുടങ്ങി. കണ്ണൻ കേരളം കേരളം എന്ന പാട്ടാണ് കേട്ടോ പാടി. അങ്ങനെ ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ കണ്ണ് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അതൊക്കെ നല്ലൊരു നിമിഷമായിരുന്നു കേട്ടോ. പിന്നീട് അത് ടി വിയിൽ ടെലികാസ്റ്റ് വന്നപ്പോൾ ഞങ്ങളെ എല്ലാവരെയും ടി വിയിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. അതുപോലെ തന്നെ കണ്ണനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കണ്ണനെ അനുഗ്രഹിക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.